ഹലോ ഓൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പാക്കിംഗ് ഡേ ആണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച ഈസ്റ്റർ, ദുഃഖവെള്ളി അങ്ങനെയുള്ള അവധികൾക്ക് അയക്കാൻ പറ്റാതെ പോയ കുറേ പ്ലാൻസ് എല്ലാം നമുക്ക് അയക്കാനുണ്ട്. അതുപോലെ പുതിയ ഓർഡറുകളും അയച്ചു തുടങ്ങുന്നുണ്ട്. പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മെസ്സേജ് ഇടുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. അതിനിടയിൽ എനിക്ക് കുറച്ച് പ്രൂണിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതായത് നമ്മുടെ റോസ് പ്ലാന്റ്സിനെല്ലാം ഒരു സോഫ്റ്റ് പ്രൂണിങ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. പൂക്കൾ കൊഴിഞ്ഞു പോയതിൻ്റെ ഒരു 3 ലീഫ് നോഡ് താഴെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ശരിക്കും റോസിൻ്റെ പ്രൂണിങ്. സോഫ്റ്റ് പ്രൂണിങ് എന്നും പറയാം. ഹാർഡ് പ്രൂണിങ് അങ്ങനെ ഒരുപാടൊന്നും റോസിന് ആവശ്യമായിട്ട് വരുന്നില്ല. പൂക്കൾ ഉണങ്ങി കൊഴിഞ്ഞു പോയത് കട്ട് ചെയ്ത് മാറ്റുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഉണക്കം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മതി നമ്മുടെ റോസിന്. ഒരുപാട് നാളായിട്ട് ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്നു, അതുപോലെ ഡൈബാക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യാം. നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് പോലെ ഒരു സോഫ്റ്റ് പ്രൂണിങ് എപ്പോഴും നമ്മുടെ മനസ്സിനും കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായൊരു മുറിവ് ഉണങ്ങാത്തതായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഉണങ്ങിയതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പ്രൂൺ ചെയ്ത് മാറ്റാം. ചെയ്യാൻ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒന്ന് ആവേശം കുറഞ്ഞിട്ട് അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രൂൺ ചെയ്ത് മാറ്റി ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ഒന്നും പ്രവർത്തിക്കാതെ പുതിയതൊന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന എല്ലാ മനസ്സിൻ്റെ ഭാഗങ്ങളെ നമുക്ക് പ്രൂൺ ചെയ്ത് മാറ്റാം. നമ്മൾ ഈ പ്ലാന്റ്സിനെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും നിറയെ മുളകൾ വരുന്നത് പോലെ നമ്മുടെ മനസ്സിലും പുതിയ ചിന്തകളും ഫ്രഷ് ആയിട്ടുള്ള ആശയങ്ങളും ആക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൂണിങ് ചെയ്യേണ്ടത്. നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെയും ഇടയ്ക്കിടെ പ്രൂൺ ചെയ്ത് ഫ്രഷ് ആക്കുന്നത് പോലെയും നമ്മുടെ മനസ്സിനെ ഫ്രഷ് ആക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ പ്ലാന്റ്സിനെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും പ്രൂൺ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.